എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും നമ്മൾ റൺ ചെയ്യുന്ന ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. അതിനകത്തും പിന്നെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമുക്ക് വരുന്ന ഒരു ഫീഡ്ബാക്കാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജാണ്. ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷനുണ്ട്, നഴ്സിംഗ് രജിസ്ട്രേഷനുണ്ട്, പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ള് റിജക്ഷൻസ് വരുന്നു, ഇൻ്റർവ്യൂ കോൾസ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജസിൽ എല്ലാം ഒന്നും നമുക്ക് ഫുള്ളി ഫീഡ്ബാക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് മുന്നേ ഇരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല. പക്ഷേ ചിലതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാറും ചെറിയ സജഷൻസൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സജഷൻസ് കൊടുത്തു കഴിയുമ്പോൾ ചിലർക്കൊക്കെ സക്സസ് ആയിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ഓസ്ട്രേലിയയിൽ ജോബ് സെർച്ച് ചെയ്യാൻ ഏറ്റവും നല്ല വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.seek.com.au. പിന്നെ ഇൻഡീഡിലുമൊക്കെ ജോലി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന എംപ്ലോയറിൻ്റെ വെബ്സൈറ്റിൽ കയറി അവരുടെ കരിയർ സെക്ഷനിലും നമുക്ക് വേണമെങ്കിൽ ജോബ് അപ്ലൈ ചെയ്യാം. പക്ഷേ മാക്സിമം ജോബ്സ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല പോപ്പുലർ സൈറ്റാണ് സീക്ക്. അപ്പോൾ അതിനകത്തുകൂടെ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജോലി അല്ലെങ്കിൽ ഒരു ജോബ് കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലിയിൽ കുറച്ച് ഭാഗങ്ങളുണ്ടാവാം. ആദ്യം തന്നെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും, അതായത് ആ ജോലി എന്താണെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും. പിന്നെ കുറച്ച് എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്, പിന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ഒരു സെക്ഷനും കൂടെ എല്ലാ ജോലികൾക്കും തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു പൊസിഷന് ഹയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അവർക്കുള്ള ക്രൈറ്റീരിയ എന്താണ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3 ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഒന്ന് CV എന്തായാലും സബ്മിറ്റ് ചെയ്യുക. CVക്കകത്ത് അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാതെ ഏറ്റവും കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തൊരു ഒരു CV ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഒരു കവർ ലെറ്റർ വേണം, നിങ്ങളുടെ സർക്കംസ്റ്റൻസസും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ വിസ സ്റ്റാറ്റസും ഒക്കെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു കവർ ലെറ്ററും, പിന്നെ അതുകൂടാതെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റും കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ജോലിയുടെ സെലക്ഷൻ ക്രൈറ്റീരിയ അപ്ര രജിസ്ട്രേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു നഴ്സിംഗ് പൊസിഷൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സെക്ടറിലെ നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, അതിന് സൈറ്റ് ചെയ്യാൻ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റൻസസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, അങ്ങനെ രീതിയിലൊക്കെയുള്ള സെലക്ഷൻ ക്രൈറ്റീരിയാസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് വേർഡ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പൊസിഷൻ്റെ ഓരോ സെലക്ഷൻ ക്രൈറ്റീരിയയും എടുത്തിട്ട് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുക. നമ്മളെങ്ങനെയാണ് ആ സെലക്ഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് അത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ്റെ കൂടെ ഇടണം. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മിക്ക പബ്ലിക് ഹെൽത്ത് ഓർഗനൈസേഷൻസിലും ഈ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോർവേഡ് അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങില്ല. സോ അതുകൊണ്ട് തന്നെ റിജക്ഷൻസ് വരാനും മാത്രമല്ല നിങ്ങളെ കൺസിഡർ ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഈ 2023 ഒരു 2024 തുടക്കത്തിലുമൊക്കെ കുറേ കൂടി ഈസി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജോലി കിട്ടാൻ. സോ ആ സമയത്ത് ഇതൊന്നും വലിയൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ജോലി കിട്ടിയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻസ് കുറവാണ്, നമ്പർ ഓഫ് നഴ്സസിൻ്റെ എണ്ണം ഓരോ ആപ്ലിക്കേഷനും കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഹയർ ചെയ്യേണ്ടുള്ളൂ. ഒരു നഴ്സിംഗ് പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒറ്റ വേക്കൻസിയാണ്, അതിനകത്തേക്ക് ഒരു 100 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള CVയും നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് പ്രസൻറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് മാത്രമേ അവരെടുക്കുകയുള്ളൂ, അവരെ പറയാനും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾ ഈ 3 ഡോക്യുമെൻറ്റും നിങ്ങൾ എന്തായാലും സബ്മിറ്റ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, പലരും എനിക്ക് CVയും കവർ ലെറ്ററൊക്കെ അയക്കുമ്പം അതിനകത്ത് ഒരുപാട് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രൂഫ് റീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൂഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്കറിയുന്ന ഇംഗ്ലീഷല്ലേ നമുക്ക് പ്രൂഫ് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എഴുതുന്നതിനകത്ത് തെറ്റുണ്ടോ എന്ന് ഞാൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം എനിക്കറിയുന്ന ഇംഗ്ലീഷിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഒരു ബേസ് CV ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യിപ്പിക്കുക. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഇംഗ്ലീഷ് ഗ്രാമർ അറിയുന്ന ആളുകൾ, സ്പെല്ലിങ്ങിലൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരാളെ കൊണ്ട് നിങ്ങളതൊന്ന് പ്രൂഫ് റീഡ് ചെയ്യിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു സെൻറ്റൻസിന് ഒരു ഫോമും അല്ലെങ്കിൽ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറൊക്കെ എന്തായാലും ഉണ്ടായിരിക്കണം.
കാരണം വളരെ നെയ്വായിട്ടുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നമ്മളെ ഹയർ ചെയ്യാതിരിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കുകയാണ്. സോ ബേസിക്കലി നിങ്ങൾ CV, കവർ ലെറ്റർ ആൻഡ് ഓൾസോ ഈ സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് കറക്റ്റ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിലാണ് എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ CV ഉണ്ടാക്കുമ്പം അതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മൾ അൺമാരീഡ് ആണോ മാരീഡ് ആണോ അതൊന്നും അവരോട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പിന്നെ ഹോബീസ് ഇവരറിയേണ്ട ആവശ്യമില്ല. പാസ്പോർട്ട് നമ്പർ ഇതൊന്നും നമ്മൾ അതിനകത്ത് സബ്മിറ്റ് കൊടുക്കരുത്. ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ CVക്കകത്ത് നമ്മൾ ബ്രീഫായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഈ ബ്രീഫ് സമ്മറി ഉണ്ടല്ലോ അത് ആ ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റുന്നത് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു അക്യൂട്ട് വാർഡിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നത് വിചാരിച്ചോളൂ. ആ സമയത്ത് നിങ്ങൾ നേരെ ഏജ് കെയറിലുള്ള എക്സ്പീരിയൻസ് മാത്രം അതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊരു കവർ ലെറ്ററും അല്ലെങ്കിൽ ഒരു ജോബ് ലൈക്ക് പ്രൊഫൈൽ സമ്മറിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് കാണുന്നവർക്ക് ആ ഒരു നിങ്ങൾ അപ്ലൈ ചെയ്ത ജോബും നിങ്ങളുടെ പ്രൊഫൈലും തീരെ മാച്ച് ആവാത്തതുപോലെ തോന്നാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അതിനെ ഒന്ന് ഓൾട്ടർ ചെയ്ത് നിങ്ങളതിനെ ഒന്ന് മാസ്ക് ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഏജ് കെയർ ആയിരിക്കും, പക്ഷേ നമ്മൾ എഴുതി വരുമ്പം ഈ ഏജ് കെയർ എന്ന് പറയുന്ന സാധനം അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാതെ നഴ്സിംഗ് ആസ് എ ഹോൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പം ഞാൻ സംസാരിച്ച എനിക്ക് ഇങ്ങനെ ഫീഡ്ബാക്ക് ലൈക്ക് പേഴ്സണലി തന്ന കുറച്ച് പേരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 10 ജോലി 15 ജോലിയൊക്കെ ദിവസം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഒരു ജനറൽ CV ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു ജനറൽ കവർ ലെറ്റർ ഉണ്ടാക്കി ഇതങ്ങനെ എല്ലാ ജോലിക്കും സെയിം സംഭവം തന്നെ അപ്ലോഡ് ചെയ്ത് വിടുമായിരുന്നു. സോ അങ്ങനെ ചെയ്താൽ ജോലി കിട്ടാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുറവാണ്. ഇപ്പം മെയിൻലി വിസ സ്പോൺസർഷിപ്പ് നോക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച്, കാരണം വിസ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഇപ്പം നേരത്തെ എന്നൊക്കെ 186 വിസ എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം എളുപ്പത്തിൽ കിട്ടുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ എംപ്ലോയേഴ്സും ഈ ഡയറക്റ്റ് PR സ്പോൺസർഷിപ്പ് ഒന്നും കൊടുക്കാൻ അത്ര വില്ലിംഗ് ഒന്നുമല്ല. വളരെ ചുരുക്കം എംപ്ലോയേഴ്സ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ അവരത്രയും സെലക്റ്റീവായിട്ടാണ് ആളുകളെ എടുക്കുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള മൈനർ എറേഴ്സ് കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക. അപ്പം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 186 വിസയും പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്നൊരു കാര്യം, ഈ വർക്ക് വിസയിൽ 482 വിസയിൽ UK-യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിനെപ്പറ്റി അഭിപ്രായം പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UK-യിലും ഓസ്ട്രേലിയയിലും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് ഈ വർക്ക് വിസയിൽ. അപ്പോൾ UK-യിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, നിങ്ങളൊരു NHS ഏതെങ്കിലും ട്രസ്റ്റ് നിങ്ങളെ നേഴ്സായിട്ട് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിൽ നിങ്ങളെ അവിടെ എത്തിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു NHS ട്രസ്റ്റിൽ നിങ്ങൾ ഒരു ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യും. അത് കൂടാതെ 20 hours per week നിങ്ങൾക്ക് അഡീഷണൽ ബാങ്ക് ഷിഫ്റ്റുകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിപ്പോൾ ഏത് എംപ്ലോയീസിന് വേണ്ടി ചെയ്യാം, നിങ്ങൾക്ക് ഏജൻസികൾക്ക് വേണ്ടി ചെയ്യാം 20 hours. അപ്പം പക്ഷേ ഓസ്ട്രേലിയയിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഒരു എംപ്ലോയർ 482 വിസയിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എംപ്ലോയർക്ക് വേണ്ടി മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടി ഫുൾ ടൈം ചെയ്യാം, വേണമെങ്കിൽ ഓവർ ടൈം ചെയ്യാം. പക്ഷേ ആ ഒരു എംപ്ലോയർക്ക് വേണ്ടി മാത്രം UK-യിലെ പോലെ ബാങ്ക് ഷിഫ്റ്റുകൾ വേറെ എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏജ് കെയറിൽ പോയിട്ടോ ഒന്നും വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓൺലി എംപ്ലോയർ സ്പെസിഫിക് ആണ് ഈ 482 വിസ. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ UK-യിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു 60 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഇവിടെ 38 മണിക്കൂറോ 40 മണിക്കൂറോ ജോലി ചെയ്യാൻ സാധിക്കുള്ളായിരിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസർ ചെയ്ത എംപ്ലോയർ എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ ഓവർ ടൈം തന്നാൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസമാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ ജോബ് ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ 15-20 ആപ്ലിക്കേഷൻസ് ഡെയിലി ഇടുന്നതിനേക്കാളും ഒരു ക്വാളിറ്റിയുള്ള നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു 3-4 ജോലികൾക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാരണം ഓരോ ആപ്ലിക്കേഷനും കുറച്ചൊരു ക്വാളിറ്റിയോടെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, 3 ഡോക്യുമെൻറ്റ്സ് എന്തായാലും സബ്മിറ്റ് ചെയ്യുക. CV, കവർ ലെറ്റർ, അതിനകത്ത് പിന്നെ നിങ്ങൾ എന്തായാലും സെലക്ഷൻ ക്രൈറ്റീരിയ ഡോക്യുമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, അതും കൂടെ സബ്മിറ്റ് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ചാനലിൽ വീഡിയോസ് വളരെ കുറവാണ്, നമ്മൾ ചാനൽ ചത്തിട്ടില്ല. ഏതായാലും വീണ്ടും റിവൈവ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു.